ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ ചിപ്പി സീസണല്ലേ, ഒക്ടോബർ നവംബർ. ചിപ്പി എന്ന് വെച്ചാൽ കല്ലുമ്മക്കായ. അപ്പോൾ അതാ വിഴിഞ്ഞത്തുനിന്ന് കുറച്ച് ചിപ്പി വാങ്ങിച്ചു. ചിപ്പി അപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിപ്പിയുടെ പുറന്തോടെല്ലാം ഇങ്ങനെ നല്ല ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഓപ്പൺ ചെയ്തെടുക്കുന്നത്. കാണും പോലെ സിമ്പിളല്ല, ഇത്തിരി ടൈറ്റായിരിക്കും. കൈയൊന്നും മുറിയാതെ നോക്കണേ. കാണാനൊരു ബട്ടർഫ്ലൈ പോലെ ഇല്ലേ. ഫില്ലിങ് റെഡിയാക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി ഇതെല്ലാം ചതച്ചിട്ട് 1 കപ്പ് പുട്ടുപൊടിയുടെ മാവിന് 1.5 കപ്പ് വെള്ളത്തിൽ ഈ പേസ്റ്റ് ചേർക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, അല്പം കറി മസാല, ഉപ്പ്, കറിവേപ്പില, ആവശ്യത്തിന് തേങ്ങ. ഇതിട്ട് വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും ഈ മാവ് തട്ടിക്കൊടുത്ത് നല്ല ഇളക്കി മിക്സ് ചെയ്ത് വെക്കണം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്ന അത്രയും സമയം മതി. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി തണുക്കാൻ വയ്ക്കുക. തണുത്തിട്ട് മാവ് ഉരുട്ടി ഓരോന്നിലും ഫില്ല് ചെയ്ത് കൊടുക്കണം. മാക്സിമം നിറയ്ക്കണം. എന്നിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. നിങ്ങൾ ആരൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിപ്പി കൊണ്ടുള്ള വേറെ റെസിപ്പീസ് അറിയാമെങ്കിൽ അതും ഷെയർ ചെയ്യണേ. നമ്മൾ ഒരു ഐറ്റം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇടാം. അതിൽ ചിപ്പി ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോ ലെങ്തി ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെസിപ്പി ഇത്തിരി സ്പീഡിൽ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ചോദിക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.